ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നമുക്കൊരുമിച്ച് ആലയത്തിൽ കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ. താങ്ക് യു ലോർഡ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ സഹവാസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മളായിരുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകാലിൽ കഴിഞ്ഞ ആഴ്ച ജോസഫ് യാത്രയിലൊക്കെ ആയിരുന്നു, ഒക്കെ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടിയിരുന്നു. കുബയിൽ ഓരോരുത്തരും പരിപാലിച്ചല്ലോ. നമ്മുടെ മിടുക്കോ സാമർഥ്യമോ കഴിവോ ഒന്നുമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയാണ്. താങ്ക് യു ലോർഡ്. നമ്മൾ കടന്നു വന്നതായ സമയം മുതൽ ഈ സമയം വരെയും നമ്മുടെ ദൈവത്തിൻ്റെ പരിപാലനം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ ഹല്ലേലൂയ ആത്മാവിൻ്റെ ശക്തി. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഓരോ ശുശ്രൂഷയിൽ കൂടെ വെളിപ്പെടുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. വെളിച്ചമുള്ളിടത്തിൽ നിന്ന് അധികാരമില്ല. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടെ അന്ധകാര ശക്തികൾ നീങ്ങണം. താങ്ക് യു ലോർഡ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, അദ്ദേഹം ചില പ്രതിസന്ധികൾ കൂടെയൊക്കെ കടന്നു പോകുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ ദൈവവചനം അത് നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിനാണ് പ്രവർത്തിക്കേണ്ടത്. വചനത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് പിന്നീട് അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പറഞ്ഞ രീതിയിൽ തന്നെ വളരെ നിരാശയിലിരുന്ന ഒരവസരമായിരുന്നു. എന്നാൽ ഞങ്ങൾ കേട്ടതനുസരിച്ച് വിശ്വാസം അല്ലെങ്കിൽ ദൈവവചനത്തിലേക്ക് അവർ ചിന്തിക്കുകയും അതനുസരിച്ച് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. താങ്ക് യു ലോർഡ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ വചനത്തെ, അതായത് നമ്മൾക്ക് വ്യക്തമായിട്ടറിയാം വചനത്തിന് ജീവനുണ്ട്. താങ്ക് യു ലോർഡ്. ദൈവവചനത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവവചനം എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ അല്ലെങ്കിൽ പ്രാണനാഥൻ്റെ അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവായ് മൊഴികളാണ്. തിരുവായ് മൊഴിയാൽ സകലത്തെയും ഉളവാക്കി, പ്രപഞ്ചത്തെ ഉളവാക്കി, സൂര്യചന്ദ്രന്മാരെ ഉളവാക്കി. അതാണ് ദൈവത്തിൻ്റെ വചനം. താങ്ക് യു ലോർഡ്. ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അപ്രകാരം തന്നെ നടക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമ്മളിവിടെ രണ്ടാമത് പാടിയതായ പാട്ട് മീൻസ് എന്തായിരുന്നു പാട്ട്? മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും. എനിക്ക് എനിക്ക് ഒരു 90s ഒക്കെ എഴുതിയ ഒരു പാട്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ TPM ഒരു പാട്ടാണത്. അപ്പം അന്ന് എഴുതിയ ആളുടെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എങ്കിലും ഞാൻ ഗസ് ചെയ്യുന്നു, ഡോറിക്ക് ഓർമ്മയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് രാജൻ മാസ്റ്റർ എഴുതിയൊരു പാട്ടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതായത് രാജൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഗ്ലോറി നാട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് നാട്ടിൽ നിന്നൊക്കെ കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം TPM പോയിക്കൊണ്ടിരുന്ന ഒരു സീനിയറായിട്ടുള്ള ഒരു അച്ചായനായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു ബാച്ചിലേഴ്സിൻ്റെ കൂട്ടത്തിലൊക്കെയാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം കുറേ ബാച്ചിലേഴ്സിൻ്റെ കൂട്ടത്തിൽ താമസിച്ച് അദ്ദേഹം കൂടെ ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു. അദ്ദേഹത്തിന് മക്കളൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നാട്ടിലായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, ഞാൻ എപ്പോഴും ഇവിടെ വരുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരു ദിവസം എൻ്റെ റൂമിലൊന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പം ഈ ബാച്ചിലേഴ്സൊക്കെ താമസിക്കുന്ന റൂമിൽ അങ്ങനെയുള്ള ബാച്ചിലേഴ്സ് താമസിക്കുന്ന കമ്പനിയുടെ അങ്ങനെ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലൊന്നും ഈ സ്ത്രീകളെ കൊണ്ടൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അവിടെ ചെല്ലുകയും അദ്ദേഹം എന്തോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു. അത് കഴിക്കുകയൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. നല്ലൊരു വിശ്വസ്തനായ ഒരു ദൈവത്തിൻ്റെ അഭിഷക്തനായിരുന്നു. മീൻസ് ഒരു ദൈവത്തിൻ്റെ ഒരു മകനായിരുന്നു അദ്ദേഹം. താങ്ക് യു ലോർഡ്. അദ്ദേഹം ഇന്ന് ലോകത്തിലില്ല. അവിടെ ഞങ്ങൾ കണ്ടതിന് ശേഷം ചില നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് സിക്കായി അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു.
താങ്ക് യു ലോർഡ്. അദ്ദേഹം പല പാട്ടുകളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു പാട്ടാണോ ഈ പാട്ടെന്ന് ഞാൻ സംശയിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇനിയോ നമുക്ക് നമ്മുടെ വിഷയത്തിൽ, നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു 2-3 വാക്യം വായിക്കാം. അതിനു വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. 3-ാം നാൾ ഗലീലയിലെ കനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. എന്നാൽ ആ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. അവിടെ 2 ക്വസ്റ്റ്യനാണ് അവിടെ വന്നിരിക്കുന്നത്. ഒന്ന്, യേശുവിൻ്റെ അമ്മ ഒരു കാര്യം യേശുവിനോട് പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് മറിയ യേശുവിനോട് വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞു. രണ്ടാമത്തത്, യേശു അതിന് ആൻസർ പറയുന്നത്, എന്തുകൊണ്ട് യേശു മറിയോട് അങ്ങനെ പറഞ്ഞു. അതായത് എന്ത് പറഞ്ഞു? സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എനിക്ക് തോന്നുന്നില്ല അത്ര കറക്റ്റാണെന്ന്. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതെങ്ങനെയാണ്? അതായത് ഇങ്ങനെ നമുക്ക് പറയാം, ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യനാണ്. ഈ വിഷയത്തിൽ വീഞ്ഞു തീർന്നു പോയി, അതിന് ഞാൻ എന്താണ് അവിടെ ചെയ്യേണ്ടത്? അല്ലാതെ സ്ത്രീയെ, എനിക്കും നിനക്ക് തമ്മിൽ എന്തെന്നുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഈ യേശു ആദ്യമേ കാര്യം ക്വസ്റ്റ്യൻ, അതായത് ഈ വീഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോഴത്തെ അതിന് മുമ്പായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ മറിയെ ക്ഷണിച്ചുകൊണ്ടാണോ യേശുവിനെ അവിടെ ക്ഷണിച്ചത്? ഈ വിവാഹത്തിന് അവിടെ ക്ഷണിച്ചത് അല്ല. ഒരു ഫാമിലി ആയിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലല്ല അവിടെ യേശുവിനെ ക്ഷണിച്ചേക്കുന്നത്. എന്താണ് ഒരു കാര്യം? ഒരു ഉദാഹരണം പറയാമോ? എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ പറയാം? കാര്യം അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരിക്കുന്നു. ഇപ്പം അല്ലെങ്കിൽ എന്താ പറഞ്ഞേ, മറിയുടെ ഫാമിലിയെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യേശുവിനെ വിളിച്ചു. ഇതിപ്പോൾ അവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരെയും ഈ വിവാഹത്തിന് ക്ഷണിച്ചിരിക്കുന്നു. എങ്കിലോ അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതിലെല്ലാം പിന്നെ നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ ഓരോ പ്ലാനുകളും പദ്ധതികളും. അവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. മറിയ ഇതറിഞ്ഞു. മറിയ എന്തുകൊണ്ട് യേശുവിനോട് ചെന്ന് പറയുന്നു, അല്ലെ മകനോട് ചെന്ന് പറയുന്നു? കൊച്ചു മകനൊന്നുമല്ല, 30 വയസ്സിനുള്ളതായ ആ മകനാണ്. മകനോട് ചെന്ന് പറയുന്നു, വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുന്നു. ആ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുമ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യേശുവിന് അന്നേരം അവിടെ പോയി വീഞ്ഞ് മേടിച്ചോണ്ട് വരാൻ ആ ഒരു രീതിയിലാണോ ചിന്തിക്കുന്നത്? ഒരിക്കലും അല്ല. മറിയ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ മറിയ അവളുടെ ഉള്ളിൽ നിന്ന് അവളത് പറഞ്ഞു. എന്തവൾ പറഞ്ഞു? അവൾ നാളുകളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കേട്ടതായ ഒരു ദൈവശബ്ദം. മനസ്സിലോ? വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരുന്നായ ദൈവത്തിൻ്റെ ശബ്ദം. ഭാഷ എടുക്കുന്നു. ഞാൻ പെട്ടെന്ന് തീർക്കാം. അപ്പം വർഷങ്ങളായിട്ട് മറിയ
കേട്ടിരുന്നതായ വർഷങ്ങൾക്ക് മുമ്പ് മറിയ കേട്ടിരുന്നതായ ഒരു വാഗ്ദത്തമുണ്ടായിരുന്നു. ആര്? ഈ യേശു ആരാണെന്നുള്ള കാര്യം. മറിയയുടെ ഉദരത്തിൽ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ യേശുവിനെ കുറിച്ചൊരു വാഗ്ദത്തം മറിയ കേട്ടു. താങ്ക് യു ലോർഡ്. മറിയ ഒന്ന് കേട്ടു. കേട്ടതിനെ മറിയ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. വാഗ്ദത്തത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു മറിയ. താങ്ക് യു ലോർഡ്. വാഗ്ദത്തത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു മറിയ ആയതുകൊണ്ട് അവളുടെ യാതൊരു കോംപ്രമൈസിനും ഇല്ല. വർഷങ്ങൾ ഇത്രയും നീണ്ടുപോയി. മറിയ വിചാരിക്കും ഇപ്പോഴാകും. നടന്നിട്ടില്ല, ഒന്നും നടക്കുന്നില്ല. എങ്കിലും വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു മറിയയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുന്ന ആ മറിയ, അവൾ ചെന്ന് ഈ ഒരു സാഹചര്യത്തിലും ചെന്ന് യേശുവിനോട് പറയുകയാണ്, വീഞ്ഞ് തീർന്നു പോയി എന്ന്. താങ്ക് യു ലോർഡ്. അതിന് മറുപടിയായിട്ട് യേശു പറയുന്നത് എന്താ? ഈ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യണം? അല്ലാതെ എനിക്കും നിനക്കും തമ്മിൽ എന്താന്നല്ല. നോ, ഈ വിഷയത്തിൽ നീ വീഞ്ഞ് തീർന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാ ക്വസ്റ്റ്യൻ? ഞാൻ അതിലേക്ക് കടന്നു വരാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം. ദൈവവചനം എപ്പോഴും നമ്മളോട് വ്യക്തിപരം, നമ്മൾ സ്റ്റോറിയിൽ കൂടെ മാത്രം നിന്നാൽ പോരാ. ദൈവവചനം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോടുള്ളതായ ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചാൽ, നമ്മൾ അതിൽ ഉറച്ചു നിന്നാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യണം. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ സമയമായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മളിൽ കൂടെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ആ പൂർണ്ണമായ വിശ്വാസം മനസ്സിൽ ഉണ്ടായതുകൊണ്ട് മറിയ എന്ന് പറയുകയാണ്, മോനെ, അല്ലെങ്കിൽ ആ രീതിയിൽ പറയാം, താങ്ക് യു ലോർഡ്, അല്ലെങ്കിൽ യേശുവേ, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. താങ്ക് യു ലോർഡ്. നിന്റെ പ്രവൃത്തിയുടെ സമയമായോ എന്നെനിക്കറിയത്തില്ല, എങ്കിലും നിനക്ക് നിന്റെ പ്രവൃത്തി ഞാൻ കാണും എന്ന് പൂർണ്ണമായിട്ടും മറിയ പൂർണ്ണമായും വിശ്വസിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ കേട്ടതായ വാഗ്ദത്തത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ഈ മറിയ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടതുപോലെ നമ്മളും കാണുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ യേശു പറയുന്ന മറുപടി ഈ വിഷയത്തിൽ അവിടെ എന്താ ആദ്യം പറയുന്ന? മലയാളത്തിൽ എങ്ങനെ എഴുതിയേക്കുന്നത്? മലയാളത്തിൽ എഴുതിക്കുന്നു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഒരു ലോജിക്കും ഇല്ല. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇംഗ്ലീഷിൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് യേശു അവളോട് അങ്ങനെ ചോദിച്ചത്? താങ്ക് യു ലോർഡ്. അതിനുശേഷം പിന്നീട് നടന്ന സംഭവത്തിൽ കൂടെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. മറിയ പിന്നെ എന്താ പറയുന്നേ? മറിയ ചെന്ന് ശിഷ്യന്മാരോട് പറയുവാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അത് മറിയ അവിടെ പറഞ്ഞു, അതവിടെ ചെയ്തു. എന്ത്? ഞാൻ വിശ്വസിക്കുന്നു. ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വാക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻ്റാ. ദൈവത്തിന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യേശു ആഗ്രഹിക്കുന്നത് നിനക്ക് വിടുതൽ വേണോ? നിന്റെ വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് വേണം. നീ എന്നിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസമുള്ളതായ ഒരു മറിയയാണ് ഇപ്പുറത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൾ ധൈര്യമായിട്ട് ചെന്ന് പറയുകയാണ്. താങ്ക് യു ലോർഡ്. ആരോട് പറയുന്നു? ഈ ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. അല്ല, വേറെ വേലക്കാരോട് ചെന്ന് പറയുന്നു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അപ്രകാരം ചെയ്യണം. താങ്ക് യു ലോർഡ്. അവൾ അവിടെ കൺഫേം ആക്കി. അതായത് അവളുടെ വിശ്വാസം
യേശു അത് മനസ്സിലാക്കി. ഇവൾ വെറുതെ പറഞ്ഞതല്ല, ഇവൾ വിശ്വാസമുള്ളവളാ. തൈക്കിലോ വിശ്വാസമുള്ളവരുടെ മേലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. തൈക്കിലോ നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. മറിയ അവിടെ പൂർണ്ണമായിട്ടും ആരിൽ വിശ്വസിച്ചു? അവൾ കേട്ടതായ വാഗ്ദത്തത്തിലും അവളുടെ മുൻപിൽ നിൽക്കുന്ന അവൾ 30 വർഷക്കാലം അവൾ വളർത്തിയതായ അവളുടെ മകനിലും എന്ന് ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ യേശുവിലും അവൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അവളുടെ വിശ്വാസം പോലെ അവിടെ സംഭവിച്ചു. താങ്കിലോ ദൈവ മഹത്വം ഒന്ന് എന്നവിടെ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, താങ്കിലോ എപ്പോഴും നമ്മുടെ വിശ്വാസം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവപ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെടണോ? ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ പോരാ. അനേകരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എന്നുണ്ടെങ്കിൽ വിശ്വാസമുണ്ടോ? പൂർണ്ണമായിട്ടും നീ വിശ്വസിച്ചാൽ ദൈവവചനം പറഞ്ഞിരിക്കുന്നു, നീ ദൈവത്തിന്റെ മഹത്വം കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നീ പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കണം. താങ്കിലോ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ ഇവിടെ നിർത്തുവാണ്. താങ്കിലോ കർത്താവിന്റെ അഭിഷേകത്തിന് നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സമയം ഹാൻഡ് ഓവർ ചെയ്യുന്നു. താങ്കിലോ.